വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്. വണ്ടൂരങ്ങാടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 100-ലധികം വർഷം പഴക്കമുള്ള കെട്ടിടം വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നു. മാസങ്ങളായി ഈ അവസ്ഥയിൽ തുടരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കാൻ പഞ്ചായത്തോ മറ്റധികാരികളോ ഇതുവരെയും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം EP മുഹമ്മദ് കുഞ്ഞി ആരോപിച്ചു. വണ്ടൂരങ്ങാടിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടത്തിന്റെ ചുവരുകളും മേൽക്കൂരയും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പ്രദേശത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നിത്യേന ആശ്രയിക്കുന്ന നടപ്പാതയ്ക്ക് തൊട്ടടുത്താണ് ഈ മരണക്കെണി. നിലവിൽ അപകട സാധ്യത ഒഴിവാക്കാൻ താൽക്കാലികമായി ഈ നടപ്പാത അടച്ചുകെട്ടിയിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർക്ക് മുൻപ് തന്നെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം EP മുഹമ്മദ് കുഞ്ഞി വ്യക്തമാക്കി. കോടതി അനുമതിയോടെ മാത്രമേ കെട്ടിടം പൊളിക്കാൻ കഴിയൂ എന്നാണ് ഉടമസ്ഥരുടെ ഭാഗം. എങ്കിൽ അത്തരം നിയമ നടപടികൾ വേഗത്തിലാക്കി മനുഷ്യജീവന് സംരക്ഷണം നൽകണമെന്നും മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. നമ്മുടെ വണ്ടൂർ അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇതിപ്പോ 100ഓളം വർഷമായിട്ടുള്ള ഒരു പഴയ കെട്ടിടമാണ്. ഈ പഴയ കെട്ടിടം ഇതുപോലെ ആയിട്ട് മാസങ്ങളായി. ഇന്നേ വരെ ഇത് പൊളിച്ച് ഇവിടെ ഒരു അപകട സാധ്യത കുറയ്ക്കാനുള്ള ഒരു നടപടിയും പഞ്ചായത്തോ നമ്മുടെ മറ്റു ഭരണാധികാരികളോ സ്വീകരിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പറയാനുള്ളത് ശക്തമായുള്ള നടപടി എടുത്തുകൊണ്ട് ഈ കെട്ടിടം ഉടനെ പൊളിച്ചു മാറ്റണം. നമുക്കറിയാം 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നടപ്പാതയാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കൂൾക്ക് ഇവിടെ ഗേൾസ് സ്കൂൾക്ക് വരുന്ന കുട്ടികൾ അടക്കമുള്ള കുട്ടികൾ സഞ്ചരിക്കുന്ന നടപ്പാതയാണ്. അവിടെയാണ് ഇപ്പൊ ഈ കെട്ടിടം ഇങ്ങനെ നിലക്കണേ. ഇപ്പൊ ഇത് മറച്ച് ഈ നടപ്പാത അടച്ചുകൊണ്ട് ഇപ്പോ ഞങ്ങൾ ഒരു അപകട സാധ്യത ഒഴിവാക്കുകയാണ്. പക്ഷെ പഞ്ചായത്തിന് നേരത്തെ പരാതി കൊടുത്താണ്. പക്ഷെ അതിനൊരു ശക്തമായ നടപടി വന്നിട്ടില്ല. അപ്പൊ ഉടമയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങണം എന്നാ പറഞ്ഞത്. നമുക്കതറിയില്ല. എന്തായാലും കോടതിയിൽ നിന്ന് അനുമതി വാങ്ങേണ്ട കേസാണെങ്കിൽ പെട്ടെന്ന് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട് ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ MLA ശക്തമായി ഇടപെടണം. അപ്പൊ നമുക്കറിയാം ഈ കെട്ടിടായാലും നമ്മുടെ ആയിഷ മെഡിക്കൽസിന്റെ കെട്ടിടായാലും നമ്മുടെ വണ്ടൂർ ടൗണിന്റെ വികസനത്തിന് അത് പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതിന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടല് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള AP അനിൽകുമാർ ഇടപെട്ടുകൊണ്ട് ചെയ്യണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. വണ്ടൂർ ടൗണിന്റെ സമഗ്ര വികസനത്തിന് ഈ കെട്ടിടവും സമീപത്തെ കെട്ടിടവും പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ AP അനിൽകുമാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും വാർഡംഗം ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.